ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചെക്കൂസ് ആൻഡ് മിച്ചൂസ് വേൾഡ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ചെക്കൂസിൻ്റെ 4ാമത്തെ ബർത്ത്ഡേ ആട്ടോ. ആദ്യത്തെ ബർത്ത്ഡേ ടൈമിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ അയർലൻഡിലായിരുന്നു. അപ്പം നാട്ടിൽ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാവരും കൂടെ ചേർന്ന് അച്ചാച്ചനുണ്ടായിരുന്നു, അങ്ങനെ ആഘോഷിച്ചു. സെക്കൻഡ് ബർത്ത്ഡേ ഞങ്ങളുടെ പപ്പ മരിച്ചതുകൊണ്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ല. തേർഡ് ബർത്ത്ഡേ ടൈമിൽ ഞങ്ങളത് ഗ്രാൻഡ് സെലിബ്രേഷൻ ആക്കി. അത് അയർലൻഡിൽ വെച്ചായിരുന്നു. ഒരു 10-15 പേര് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നല്ല അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. എന്നാൽ ഫോർത്ത് ബർത്ത്ഡേ അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര വലിയ ഗ്രാൻഡ് ആക്കണ്ട, നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ മാത്രം മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കേട്ടോ. നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്യായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഷിബിൻ ചേട്ടൻ, രാജേഷ് ചേട്ടൻ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊരാഗ്രഹം പറഞ്ഞുകൊണ്ട് അവർ തന്നെ കപ്പയും ബീഫും ഉണ്ടാക്കി കേട്ടോ. നല്ല അടിപൊളി കപ്പയും ബീഫും ആയിരുന്നു കേട്ടോ. നമ്മുടെ തീം കൺസ്ട്രക്ഷൻ വെഹിക്കിൾ എന്നൊരു തീമായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ഗ്രാൻഡ് ആക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് മാത്രമേ വാങ്ങിയുള്ളൂ. ഒരു ബാനറും കുറച്ച് കപ്പ് കേക്കിൻ്റെ സ്റ്റിക്ക്, പിന്നെ കുറച്ച് ബലൂൺസും അത്രയേ ഉള്ളൂ. രാവിലെ നമ്മളൊരു 11:30 ജസ്റ്റ് ഡെക്കറേഷൻസ് സർവചേട്ടനും ജോയ്സ് ചേച്ചിയൊക്കെ വന്നിരുന്നു. നമ്മളെല്ലാവരും കൂടെ ബലൂർപ്പിക്കലും എല്ലാം കഴിഞ്ഞ് ഡെക്കറേഷനെല്ലാം പെട്ടെന്ന് തീർന്നായിരുന്നു, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് തീർത്തു. വൈകുന്നേരം ഒരു 6:30-6:45 അവനീർ റെഡിയാക്കി. കാരണം നമ്മൾ പറഞ്ഞത് 7 മണിക്ക് കേക്ക് കട്ടിംഗ് എന്നാണ്. പക്ഷെ നമ്മൾ 7 മണിക്ക് നടത്തിയില്ല കേട്ടോ. കാരണം നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് കോർക്കുന്ന് വരാൻ ഇത്തിരി ലേറ്റായിപ്പോയി. അപ്പോൾ കേക്ക് നമ്മൾ വാങ്ങിയതേ സെൻസേഷണൽ ബൈറ്റ്സ് മാൾട്ട എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നാണ്. അത് ശരിക്കും ഫേസ്ബുക്ക് പേജ് കണ്ടിട്ട് ഞങ്ങൾ വാങ്ങിയതല്ല കേട്ടോ. അച്ചാച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്രിസ്റ്റഫർ അവർ വീട്ടിലുണ്ടാക്കുന്ന കേക്കാണേ. ഒരു 6-7 കിലോ വെയിറ്റോളം വരും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അങ്ങനെ വെയിറ്റിനനുസരിച്ചല്ല പറഞ്ഞത് കേക്ക്. പക്ഷേ നമ്മളൊരു ജസ്റ്റ് ഒരു സിമ്പിൾ കേക്ക് ആവണം, ബ്രെഡ് വെൽവെറ്റ് കേക്ക് ആവണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തീമുണ്ടോ എന്ന് ചോദിച്ചപ്പം കൺസ്ട്രക്ഷൻ വെഹിക്കിൾ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ അവരുമായിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. നല്ല സൂപ്പർ കേക്കായിരുന്നു. ടേസ്റ്റ് വൈസും അതെ, കാണാനും അതേ ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാമെന്ന് കരുതി. കാരണം കേക്ക് മുറിക്കാൻ നമ്മൾ ധന്യനി അരുണിനെയൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിന് മുമ്പ് തന്നെ വന്നവരെ ആരും മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും നിർത്തി നമ്മൾ എവിൻകുട്ടൻ്റെ കൂടെ കുറച്ച് നേരം ഫോട്ടോ എടുത്തു കേട്ടോ. അങ്ങനെ ഒരു ഫോട്ടോ സെക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ശരിക്കും ഹാപ്പിയാണ്. കാരണം അവൻ 2-3 ദിവസമായിട്ടേ അവന് വയ്യായിരുന്നു, ശരിക്കും പനിയായിരുന്നു. അപ്പം പനി മാറുന്ന സമയം തൊട്ടേ അവൻ ആക്റ്റീവായി തുടങ്ങിയപ്പോഴേ അവൻ പറഞ്ഞതൊറ്റ കാര്യമാണ്, എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണമെന്ന്. അപ്പം അവൻ കാത്തിരുന്നൊരു ദിവസമാണ് കേട്ടോ അത്. Happy birthday to you. Happy birthday to you. Happy birthday to you. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് യുറേഷ്യയിൽ നിന്നായിരുന്നേ. ബിരിയാണി റൈസും ചിക്കൻ റോസ്റ്റും അപ്പവും മട്ടൺ സ്റ്റൂവും പിന്നെ ഗുലാബ് ജാമുനും നല്ല ഫുഡായിരുന്നു കേട്ടോ. എന്നിരുന്നാലും ഞങ്ങളെല്ലാവരും നന്നായി ഈ പാർട്ടി എൻജോയ് ചെയ്തു. ഒരുപാട് നേരം നമ്മളെല്ലാവരും സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഓരോ ഗെറ്റ് ടുഗദർ ആണല്ലോ, നമുക്ക് പരസ്പരം കുറേ നേരം ഒന്ന് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കിടാനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ്. അതുകൊണ്ട് എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, ഞങ്ങളാകട്ടെ പിള്ളേരാകട്ടെ. അപ്പോൾ ഞങ്ങളുടെ ഈ പാർട്ടിക്ക് വന്നവർക്കും പിന്നെ അവന് ഒരുപാട് ബർത്ത്ഡേ വിഷസ് കിട്ടിയായിരുന്നേ. അപ്പം അവന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും 1000 താങ്ക്സ് പറഞ്ഞുകൊള്ളുന്നു. ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.